ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോഴും തുടരുകയാണെന്നും സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഓരോ ദിവസവും പ്രതിരോധ മേഖലകളിൽ പുതിയ തന്ത്രങ്ങളും നൂതന ആയുധങ്ങളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ 24 മണിക്കൂറും സേന സർവ്വസന്നാഹത്തോടെയാണ് നിലകൊള്ളുന്നതെന്ന് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കവേ ജനറൽ ചൗഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിലും അറിവിലും സൈന്യത്തിന് ഒരുപോലെ പ്രാവീണ്യം വേണം. യുദ്ധത്തിന് 3 തലങ്ങളാണ് ആവശ്യമായി വരുന്നത്. അടവുകൾ, പ്രവൃത്തി, എല്ലാ മേഖലയിലുമുള്ള തന്ത്രപരമായ ആധിപത്യം ഉറപ്പിക്കൽ. യോദ്ധാവിന് ഈ 3 തലങ്ങളിലും പ്രാവീണ്യം ഉണ്ടാകണം. അടിക്കടിയുള്ള സാങ്കേതിക വിദ്യ പ്രവാഹത്താൽ എല്ലായിടത്തും അസാധാരണ വേഗമാണ്. യുദ്ധതന്ത്രങ്ങളുടെ കാര്യത്തിൽ 3ാം വിപ്ലവമാണിപ്പോൾ. അതിന്റെ മുനമ്പിലാണ് നാം ഇപ്പോൾ. 1ഉം 2ഉം തലമുറ യുദ്ധതന്ത്രങ്ങളെ 3ാം തലമുറയുമായി ബന്ധിപ്പിച്ച് മുന്നേറുകയാണെന്നും സംയുക്ത സേനാ മേധാവി വ്യക്തമാക്കി. അതുമാത്രമല്ല, കാർഗിൽ വിജയ് ദിവസ ആഘോഷവേളയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ, മാറ്റങ്ങൾ, പാകിസ്ഥാന് നൽകിയ മറുപടി എന്നിവയെക്കുറിച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. മെയ് 7 മുതൽ 9 വരെ പാകിസ്ഥാൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം കൃത്യമായ തിരിച്ചടി നൽകിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഡ്രോണിനോ മിസൈലിനോ തുളച്ചുകയറാൻ കഴിയാത്ത ഒരു അജയ്യമായ മതിൽ പോലെയാണ് നമ്മുടെ കരസേന വ്യോമ പ്രതിരോധം നിലകൊണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരസേന, വ്യോമസേന, നാവികസേന, മറ്റ് സർക്കാർ വകുപ്പുകൾ എന്നിവ ഒരുമിച്ച് പ്രവർത്തിച്ച സമ്പൂർണ്ണ രാഷ്ട്ര സമീപനത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് ജനറൽ ദ്വിവേദി ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയുടെ പരമാധികാരത്തിനോ സമഗ്രതയ്ക്കോ പൗരന്മാർക്കോ ദോഷം വരുത്താൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയും ഇപ്പോൾ ഉചിതമായ മറുപടി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിവർത്തനാത്മകവും ആധുനികവും ഭാവി ലക്ഷ്യമാക്കിയുള്ളതുമായ ഒരു ശക്തിയായി ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അതിവേഗം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദിശയിൽ കാലാൾപ്പട, യന്ത്രവൽകൃത കാലാൾപ്പട, കവചിത യൂണിറ്റുകൾ, പീരങ്കിപ്പട, പ്രത്യേക സേന, ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ തുടങ്ങിയ പോരാട്ട ഘടകങ്ങൾ ചേർത്തിട്ടുള്ള രുദ്രാരൂപത്തിൽ എല്ലാ ആയുധ ബ്രിഗേഡുകളും രൂപീകരിക്കുന്നുണ്ടെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ഈ യൂണിറ്റുകൾക്ക് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലോജിസ്റ്റിക്സും പോരാട്ട പിന്തുണയും ലഭിക്കും. ഭൈരവ് എന്ന പേരിൽ ലൈറ്റ് കമാൻഡോ ബറ്റാലിയനുകൾ രൂപീകരിക്കുന്നുണ്ടെന്നും അവ വേഗതയേറിയതും മാരകവുമായ പ്രത്യേക സേനകളായിരിക്കുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. എല്ലാ ഇൻഫൻട്രി ബറ്റാലിയനിലും ഇപ്പോൾ ഡ്രോൺ പ്ലാറ്റൂണുകളെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ദിവ്യസ്ത്ര ബാറ്ററികൾ, ലോയിറ്റർ മ്യൂണിഷൻ ബാറ്ററികൾ എന്നിവയുടെ സഹായത്തോടെ പീരങ്കിപ്പടയുടെ ഫയർ പവർ പല മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ആർമി എയർ ഡിഫൻസിൽ ഇപ്പോൾ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെ ഇന്ത്യൻ സൈന്യം പൂർണ്ണ ശക്തിയോടെ ലക്ഷ്യം വെച്ചുവെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കി. സമാധാനത്തിന് ഞങ്ങൾ അവസരം നൽകി, പക്ഷേ ഭീരുത്വത്തിന് ധീരതയോടെ മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂറാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയം, സന്ദേശം, ഉത്തരമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഡാക്കിൽ ഡ്യുവൽ യൂസ് ഇൻഫ്രാസ്ട്രക്ചറിന് കീഴിൽ റോഡുകൾ, പാലങ്ങൾ, ശൃംഖലകൾ എന്നിവ നിർമ്മിക്കുന്നുണ്ടെന്നും ഇത് സൈന്യത്തിന് മാത്രമല്ല പ്രാദേശിക പൗരന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നുണ്ടെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. ഇതോടൊപ്പം വൈബ്രിഡ്ജ് വില്ലേജ് പ്രോഗ്രാമിന് കീഴിൽ തിരഞ്ഞെടുത്ത ഗ്രാമങ്ങളിൽ സൈന്യം മുൻഗണനാ ആക്രമണത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധക്കളം, ആത്മീയം, പരിസ്ഥിതി, പൈതൃകം, സാഹസിക ടൂറിസം തുടങ്ങിയ മേഖലകളിൽ അതിർത്തി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും വ്യക്തമാക്കി. ടൂർ ഗൈഡ്, പർവ്വതാരോഹണം, സാഹസിക കായിക വിനോദങ്ങൾ എന്നിവയിൽ പരിശീലനം നൽകി സൈന്യം പ്രാദേശിക യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുന്നു. സ്മാർട്ട് ബോർഡറുകൾക്ക് കീഴിൽ വിദൂര പ്രദേശങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്ക് നൽകുന്നതിന് സൈന്യത്തിന്റെ ആശയവിനിമയ ടവറുകളും ഉപയോഗിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.